ആവേശം ഡാ മോനെ. ഞങ്ങൾ ഇന്നലെ സിനിമ കണ്ടത് കേട്ടോ. ആവേശം ഇന്നലെയാണ് കണ്ടത്. ദുബായിലാണ് കണ്ടത്. ഇവിടെ തിയേറ്ററുകൾ കുറവാണ്. തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ആവേശത്തിന് തിയേറ്ററുകൾ കുറവാണ്. ബാക്കി ആടുജീവിതം സ്റ്റിൽ റണ്ണിങ് ആണ്, സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. നല്ല ക്രൗഡുണ്ട്. അതേപോലെ വർഷങ്ങൾക്ക് ശേഷം നല്ല ക്രൗഡുണ്ട്. അപ്പോൾ തിയേറ്ററിൽ കൂടുതലും അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവേശത്തിന് അത്രയും തിയേറ്റർ ലിസ്റ്റ് ഇല്ല. പക്ഷേ ഉള്ള തിയേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട്, ആൾക്കാരും ഉണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ ജിത്തു മാധവൻ്റെ സിനിമയാണ് രോമാഞ്ചത്തിന് ശേഷം അദ്ദേഹം ഇറക്കുന്ന സിനിമ. രോമാഞ്ചം എന്ന് പറയുന്നത് ബാംഗ്ലൂർ. ഈ രണ്ട് സിനിമകളും ബാംഗ്ലൂർ ബേസിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ബാംഗ്ലൂർ പോയി പഠിക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് രോമാഞ്ചത്തിലും കാണിച്ചിരിക്കുന്നത്, ആവേശത്തിലും കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് സിനിമയായിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നമ്മളവിടെ ജീവിച്ച കാര്യങ്ങൾ, അവിടെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലായി കാര്യങ്ങളെല്ലാം. ആവേശത്തിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നു. അവിടെ റാഗിങ് നേരിടുന്നു. റാഗിങ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ കുത്തകയാണ്. അത് അവിടെ റാഗിങ് നേരിടുന്ന പോലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നേരിടേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം റാഗിങ് ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികളെ തന്നെ റാഗ് ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ് ബാംഗ്ലൂർ. അപ്പോൾ അതൊക്കെ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റാഗിങ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ചിന്തിക്കുന്നതാണ്, ഇവർക്ക് തിരിച്ചടി കൊടുക്കണം. എന്തൊക്കെ കോംപ്രമൈസ് ഉണ്ടെങ്കിലും ഇവർക്ക് നടനം കൊടുക്കണം. എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തിരിച്ചടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോക്കൽ സപ്പോർട്ട്, അവിടെയുള്ള ആൾക്കാരുടെ, കന്നഡക്കാരുടെ സപ്പോർട്ട് മേടിക്കണം. ഇതൊക്കെ കോമൺ ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ. അവിടെ വന്നിരിക്കുന്ന 99% ആൾക്കാരും ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ആണുങ്ങൾ കൂടുതൽ പ്രാവശ്യം ചിന്തിക്കണം ഇങ്ങനെ. അങ്ങനെ മനഃപൂർവ്വം നമ്മൾ ലോക്കൽസുമായിട്ട് കോൺടാക്ട് ഉണ്ടാക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല, അത് വേറെ കേസ്. അപ്പം ഇതൊക്കെ തന്നെ വക്കയായിട്ട് കാണിച്ച് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി ഈ സ്റ്റോറി എക്സ്പീരിയൻസ് തുടങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ പോകുന്നു. രംഗൻ അണ്ണൻ എന്ന് പറഞ്ഞ ഫഹദിൻ്റെ ക്യാരക്ടർ അവിടെ ഉടലെടുക്കുന്നു. നമുക്ക് വേണ്ട ഒരു പക്കാ ലോക്കൽ കട്ട സപ്പോർട്ടായിട്ട് രംഗൻ അണ്ണൻ. എൻ്റെ പൊന്നു ഫഹദ് ഈ റോളുകൾ ചെയ്യണേ, ഇതേപോലത്തെ റോള്, ഇപ്പോൾ അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫ്രജലായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഫഹദിനെ കഴിഞ്ഞ് ഇന്ത്യയിൽ വേറെ ആളുള്ളൂ. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ കാര്യം, ഫഹദിന് വരുന്ന ഒട്ടുമിക്ക സിനിമകളും പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒട്ടുമിക്ക സിനിമകളും ഏകദേശം ഈ ക്യാരക്ടർ മോഡിലുള്ളതാണ്. അത് ചെയ്യാൻ വേറെ ആളില്ല എന്നുള്ളതല്ലേ നമുക്കത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പുഷ്പ 2 വരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ സീൻ്റെ ഇതിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പക്കാ ഒരു മെറ്റീരിയലാണ് ഫഹദ്. ചില സിനിമകൾക്ക് നമ്മൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫഹദിൻ്റെ ഈ ടൈപ്പ് ക്യാരക്ടറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷമ്മി നമ്മൾ കണ്ടു, അല്ലെങ്കിൽ പുഷ്പ കണ്ടു, അല്ലെങ്കിൽ വിക്രം കാണുന്നു. ഇങ്ങനെയുള്ള ഫഹദിൻ്റെ കുറേ ക്യാരക്ടറുണ്ട്. ഇപ്പോൾ ജോജി, ഇങ്ങനെയുള്ള ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അതിനെ ത്രൂ ഔട്ടായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്ന സിനിമയാണ് ആവേശം. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അൻവർ റഷീദ് ആൻഡ് നസ്രിയ നസീം, അതായത് ഫഹദ് തന്നെ. ഫഹദിനല്ലാണ്ടും പ്രൊഡക്ഷൻ പാർട്ണേഴ്സ് ഉണ്ട്. ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അവരെ പ്രൊഡ്യൂസ് ചെയ്തത്. ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ഫഹദും കൂടിയുള്ളതാണ് ആ ഗ്രൂപ്പ്. ഇത് നസ്രിയ നസീം എന്ന് പറഞ്ഞ ഫഹദിൻ്റെതായിട്ടുള്ള വേറെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് തന്നെ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടീമാണിത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫഹദ് സാധാരണ ഈ പ്രൊമോഷൻ വർക്കിനൊന്നും വരാറില്ല. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഫഹദ് പ്രൊമോഷൻ വർക്കിന് വന്നത് സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ. ഇപ്പം ഞാൻ ഇതിനെയൊക്കെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല, സിനിമകൾ സംസാരിക്കട്ടെ, നമ്മൾ വലിയ പ്രൊമോഷനൊന്നും കൊടുക്കണ്ട. ആള് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനു മുമ്പേ ഒരു വൈറലായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഫാൻസുകാരെ നിലനിർത്താതെ, അല്ല ഫാൻസ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരാളും കൂടിയാണ് ഫഹദ്. കാര്യം പിള്ളേർ പഠിക്കട്ടെ, നമ്മുടെ തമിഴിലെ തലാജിത്ത് പറഞ്ഞ പോലെ പിള്ളേർ പഠിക്കട്ടെ, എന്തിനാണ് ഫാൻസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഒരു പ്രത്യേക റൂട്ടിൽ പോകുന്ന ഒരാളും കൂടിയാണ് ഫഹദ്. അപ്പോൾ ഫഹദിൻ്റെതായിട്ടുള്ള അഗ്രസീവ് നേച്ചറുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സേഫാണ്, 101% സേഫാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഫഹദിൻ്റെ ത്രൂ ഔട്ട് എവിടെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡയലോഗ് ഡെലിവറി കാര്യങ്ങൾ അല്ലെങ്കിൽ അഗ്രസീവ്നെസ് ഡയലോഗിൽ വോക്കലിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഫഹദിനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തി തീരെ ചെറുത് കാര്യങ്ങളൊക്കെയാണ്, ഓക്കെ. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, ഒരിക്കൽ ഡയറക്ടർ സിദ്ദിഖ് പറഞ്ഞത്, മോഹൻലാലിനെ പറ്റി പറഞ്ഞത്, മോഹൻലാൽ എന്ന് പറഞ്ഞ നടനൊരു കൺവെൻഷണൽ ആക്ടറിൻ്റെ രൂപമില്ല, ശബ്ദമില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇല്ല, പക്ഷേ വരുന്ന ഔട്ട്പുട്ട് വേറെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെയാണ് ഫഹദിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അയാളുടെ വ്യക്തിയെ കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങളും വ്യത്യാസമാണ്. ഇത്രയും വലിയൊരു ഔട്ട്പുട്ട്, ഇത്രയും ഇൻറ്റൻസ്ഡ് ആയിട്ടൊരു മലയാളം ആക്ടർ നിലവിലില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് പഴയ തലമുറയിലും ഉണ്ടാകില്ല, ഇപ്പോഴും ഉണ്ടാകില്ല. ഈ ഭരത് ഗോപിയൊക്കെ പണ്ട് ചെയ്ത പോലത്തെ ലൗഡ് ക്യാരക്ടേഴ്സ് അതിൻ്റെയൊക്കെ മേലെയാണ് ഫഹദ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഇതാണ് രംഗനണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഫഹദ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാജു കുറുപ്പാണെന്ന് തോന്നുന്നു, നമ്മുടെ രോമാഞ്ചത്തിലെ ആ പുള്ളി, ആ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾ, പുള്ളിനകത്ത് നല്ല രീതിയിൽ വേരിയേഷൻ റോൾ ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ട്രാക്ക് പിടിച്ചിട്ടുണ്ട്, ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് സൂപ്പർവായിട്ട് ചെയ്തിട്ടുണ്ട്. രംഗനണ്ണൻ്റെ റൈറ്റ് ഹാൻഡാണ്, അത് അടിപൊളിയായിട്ട്, അത് സൂപ്പർവായിട്ടുണ്ട്, അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു റോള്. അപ്പോൾ ഈ സിനിമയ്ക്ക് വരുമ്പോൾ 3 സ്റ്റുഡൻസിനെ കാണിക്കുന്നുണ്ട്. അവർ പേരെനിക്കറിയില്ല, പക്ഷെ അവർ നല്ല രീതിയിൽ ആ ഒരു കണക്ഷൻ്റെ, ഈ സ്റ്റോറിയുടെ കണക്ഷനിൽ അവർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ആ റോളുകൾ. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ക്യാമ്പസ് രീതികളെല്ലാം അടിപൊളിയാണ്. ഫഹദിനെ തന്നെയാണ് ഇതിനകത്ത്, ഫഹദിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ നമ്മളൊരു ജുറാസിക് പാർക്ക് സിനിമ കാണുമ്പോഴേ അതിനകത്ത് ഡിനോസർ ഇങ്ങനെ ആ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ, ഏകദേശം കറക്റ്റായിട്ട് അതേപോലെയാണ് രംഗനണ്ണൻ്റെ ക്യാരക്ടർ നിൽക്കുന്നത്. അതിൽ ഓരോ ഇങ്ങനെ ഫുള്ളി നിറഞ്ഞാടുവാണ്. പുള്ളിയുടെ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കറക്റ്റ് തമിഴ്, ഈ കന്നഡക്കാരെങ്ങനെയാണോ വരുന്നത് അത് തന്നെയാണ്. ഈ ഫഹദിൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് മൊത്തം ഒരു ബോഡി ഗാർഡ് പോലത്തെ ഒരു ടീമുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുള്ളൊരു സംഭവമാണ്. ബാറിലൊക്കെ വെച്ച് ഇങ്ങനെ എന്നൊക്കെ വിളിക്കുമ്പോണ്ടല്ലോ, ആ ബാർ മൊത്തം ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ അവിടെയുള്ള ആൾക്കാർ സപ്പോർട്ടായിട്ട് വരുവാണ്. അതേപോലത്തെ ക്യാരക്ടറാണ്. ഇതേപോലെ തന്നെയാണ് അവിടെയുള്ള കന്നഡക്കാർ, ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ജീവിക്കണം ഇങ്ങനെയാണ്. അവരെ തന്നെ കളിയാക്കണമെന്നാണെന്ന് എനിക്കറിയില്ല ഈ സീനുകളൊക്കെ. അവിടെയുള്ള ഇപ്പം നമ്മൾ കാണുന്ന കിച്ച സുദീപ്, അല്ലെങ്കിൽ അവിടെയുള്ള വേറെ ക്രിക്കറ്റേഴ്സ്, അവിടെയുള്ള വേറെ ഒട്ടുമിക്ക ആൾക്കാരും വരുന്നത് ഈ ഒരു സെറ്റപ്പിലാണ്. അവർക്ക് മൊത്തം ഗ്യാങ്ങുകളുണ്ട് അവിടെ. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ബാറിൽ വരുന്നത്. എല്ലാം അവർക്ക് വേണ്ടി ചെയ്യാനും വെട്ടാനും കൊല്ലാനൊക്കെ ആയിട്ട് പാടുവാളൊക്കെ ആയിട്ട് കുറേ ടീമുകളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫഹദ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫഹദിൻ്റെ ആയിട്ടുള്ള എനിക്ക് പലർക്കും പ്രശ്നമുള്ളൊരു കാര്യമുണ്ട് ഫഹദിൻ്റെ, നമ്മളിപ്പോഴും പറയാറുള്ളത്, ഫഹദ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഡയലോഗ് ഡെലിവറി ഓക്കെയാണ്, അടിപൊളിയാണ്, മാസാണ്, തേങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഫഹദിന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. ഓക്കെ, ഇതിനകത്തൊരു ഫൈറ്റ് ഉണ്ട്. ഈ സിനിമ ത്രൂ ഔട്ട് വരുമ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആ സിനിമ അപ്പ് ചെയ്യുന്ന ഒരു സീനുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഈ സിനിമ ഇത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള നമുക്ക് ഒരു ക്വസ്റ്റ്യനാണ്. അത് അവസാനമൊക്കെ വരുമ്പോൾ ഫഹദ് ഒറ്റയ്ക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, ഒരു ഫൈറ്റും അതിന് ശേഷമുള്ള കുറേ സീനുകളുണ്ട്. എൻ്റെ പിന്നെ ഫഹദിൻ്റെ ഫൈറ്റ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എമ്മാതിരി ഫൈറ്റാണ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയി. ഫഹദൊരു പക്കാ സൂപ്പർ സ്റ്റാർ മെറ്റീരിയലായി. ശരിക്കും ഫഹദിൻ്റെ സൂപ്പർ സ്റ്റാറിടം അകറ്റി നിർത്തിയിരിക്കുന്നത് പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള ബോഡി ഇല്ല, സ്ട്രക്ചർ ഇല്ല എന്നൊക്കെയാണ്. ഇത് മതി, എന്ത് ഫൈറ്റാണ് ചെയ്തിരിക്കുന്നത്, ടിക് 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 അജാതി ഫൈറ്റാണ് ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. പിന്നെ ഈ ഫൈറ്റ് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പോയി ഫൈറ്റ് ചെയ്താൽ കൺവിൻസ് ആയില്ല. ഫഹദിനെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്ന ഒരു ജസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇങ്ങനെ ഇപ്പം ജാക്കി ചാനെ നമ്മൾ കാണുമ്പോൾ, ജാക്കി ചാൻ അത്രയും ചെറിയൊരു മനുഷ്യനാണ്, വലിയ സംഭവമൊന്നുമല്ല പുള്ളി. പക്ഷെ പുള്ളി എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ അടിച്ചിടുന്നു എന്ന് കൺവിൻസിങ് ആവുന്നൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു പഞ്ച് പോലും, ഒരു ഭിത്തി പോലും തുളയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് കൺവിൻസിങ് ആണ് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതേപോലെയാണ് ഫഹദിനെ ഇതിനകത്ത് ഫഹദിൻ്റെ നടത്തവും കാര്യങ്ങളെല്ലാം ഒരു റോബോട്ടിക്കായിട്ടാണ് ഈ ഡയറക്ടർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സ്റ്റൈലൊക്കെ കാണാം, കണ്ണാടി ഗ്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ തിരിക്കണതും കത്തി എടുത്തിരിക്കണതും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഫഹദ് ഇടിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചാൽ പോലും എതിരെ നിൽക്കണം, തെറിച്ച് പോകുന്നുള്ള ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ അത്രയും സൂപ്പർവായിട്ട് ഫഹദിൻ്റെ ബോഡി ലാംഗ്വേജ് ഇതിനകത്തൊരു റോബോട്ടിക് മോഡലിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭയങ്കര സൂപ്പർ, സക്സസ്ഫുള്ളാണ്. അതിന് ശേഷമാണ് ഈ ഫൈറ്റ് കൊടുത്തിരിക്കുന്നത്. വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാര്യം ഫഹദിനെ കൊണ്ട് എന്ത് സാധിക്കും, ഒരു ബാഹുബലി മുന്നിൽ വന്ന് നിന്നാലും ഫഹദ് ചെയ്യും, അല്ലെങ്കിൽ ഈ രംഗനണ്ണൻ ചെയ്യുമെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ വളരെ കൺവിൻസിങ് ആയിട്ട് ആ സീനുകൾ അവിടെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളി. എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. എല്ലാം കൊണ്ടും ഫഹദിൻ്റെ രംഗനണ്ണൻ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരു ബാംഗ്ലൂർ യൂണിവേഴ്സ് സിനിമകൾ, ജിത്തു മാധവൻ്റെ ബാംഗ്ലൂർ യൂണിവേഴ്സ് സിനിമകൾ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇപ്പോൾ രോമാഞ്ചമായി, ഇതായി, ഉറപ്പായിട്ടും ഒരു ബാംഗ്ലൂർ യൂണിവേഴ്സ് സിനിമകൾ ഇനി രോമാഞ്ചം എടുത്ത് കളഞ്ഞാൽ പോലും ഇതിൽ വെച്ചിട്ട് പുള്ളിക്ക് കയറാൻ പറ്റും. ബാംഗ്ലൂർ ഇനിയും ഒത്തിരി സ്റ്റോറികൾ ഉണ്ടെന്നുള്ളത് അവിടെ ജീവിച്ച ആൾക്കാർക്ക്, അവിടെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഇത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നമ്മളെപ്പോലെ ഏത് സിനിമകളും ആ രീതിക്ക് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും ഏത് ടൈപ്പ് സിനിമകളായാലും ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നതാണ്. ഓരോ സിനിമകളും ആസ്വദിക്കേണ്ട രീതികളിൽ ആസ്വദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫഹദിൻ്റെ ഒരു മലയാളത്തിൽ ഇതേപോലത്തെ ഒരു മാസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്കാ മാസ് എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ കിടന്ന് ഈ ഡിനോസർ നമ്മുടെ സ്ക്രീനിൽ ജുറാസിക് പാർക്കിൽ ഡിനോസർ കിടന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ പോലെയാണ് ഫഹദിൻ്റെ രംഗനടൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണത്. എന്തുകൊണ്ടും ഭയങ്കര ലൗഡ്, ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്, ഒത്തിരി ലൗഡാണ് ഈ സിനിമ. ഒത്തിരി നാൾ മനസ്സിൽ തങ്ങി നിൽക്കണം, അല്ലെങ്കിൽ എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫഹദിൻ്റെ ക്യാരക്ടറിൽ ഒരെണ്ണം രംഗനണ്ണനായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അടിപൊളി മരണമാസമാണ് സിനിമ. ഓക്കെ.